അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളെ കൃഷിപരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി മുതൽ നമ്മളെ വീഡിയോയിലൊക്കെ ചില ചെറിയ ചേഞ്ചുകൾ വരുത്തണം. നമ്മൾ എന്നിപ്പോൾ ഒരുപോലെ വീഡിയോ ഇട്ടാലൊരു അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മിക്ക വീഡിയോയിലും കുറച്ച് സമയമെങ്കിലും മുഖം കാണിച്ചുകൊണ്ട് സംസാരിച്ച് ആയിരിക്കും നമ്മുടെ തുടക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ റംബൂട്ടാൻ്റെ തൈകളെങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റംബൂട്ടാൻ്റെ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്ന് ചോദിച്ചാൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സിമ്പിളാണ്. അത് നമ്മൾ സീഡ് വെറുതെ വലിച്ചെറിഞ്ഞാൽ തന്നെ മുളച്ച് വരും. അതല്ല ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് റംബൂട്ടാൻ്റെ നമ്മൾ കായ പിടിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകൾ നമ്മളിങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അതിൻ്റെ തൈകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ നമ്മളെ റംബൂട്ടാനൊക്കെ ഇപ്പോൾ നിങ്ങൾ കായ പിടിച്ചൊക്കെ കണ്ട് നല്ല ഐറ്റം റംബൂട്ടാനാണ്. നല്ല കായമ്പുള്ള നല്ല തിന്ന ടേസ്റ്റുള്ള സൈസാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ആദ്യം നമ്മളതിൻ്റെ സീഡ് നട്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ സീഡ് നടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അത് കൂടുതലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചക്കക്കുരു പോലെ തന്നെ കേടുവന്ന് പോകും. അപ്പോൾ അതിൻ്റെ സീഡുകൾ നമ്മളൊന്ന് മുളപ്പിച്ചെടുക്കും. അപ്പോൾ മുമ്പ് നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മണ്ണിലൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മളെ കൈകളൊക്കെ സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തിരഞ്ഞെടുത്തതാണ്, എവിടേക്കോ കിടക്കുമായിരുന്നു. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാലമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിത് എവിടേക്കോ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലൗസൊക്കെ ഉള്ളത് നല്ലതാണ്. മണ്ണിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കൈയൊക്കെ പുറത്ത് കേടുവരും. അപ്പോൾ ഇതിൻ്റെ സീഡുകളൊക്കെ എടുത്ത് വെച്ച് കുറേയൊക്കെ കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതിൻ്റെ സീഡ് ഉണ്ടായിട്ട് നമ്മളത് മുളപ്പിക്കാതെ പിന്നെ നമ്മളിതിൻ്റെ സീഡിന് വേണ്ടിയിട്ട് നമ്മൾ റംബൂട്ടാൻ വാങ്ങേണ്ടി വരും. അപ്പോൾ അത് കേടുവരുന്നതിൻ്റെ മുമ്പേ ഒന്ന് മുളപ്പിച്ചെടുക്കാതെ. ഇതിന് പിന്നെ നമുക്ക് പ്രത്യേകതയുള്ള മണ്ണുകളൊന്നും വേണ്ട, സാധാരണയുള്ള മണ്ണ് തന്നെ മതി. അപ്പോൾ ഇതെങ്ങനെ നടുന്നത് ചോദിച്ചാൽ ഇതിങ്ങനെ പരത്തി നട്ടു കൊടുത്താൽ മതി. പരത്തിയിട്ട് ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ സീഡ് മുളപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. മുളച്ചതിൻ്റെ ശേഷം നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ സീഡുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ആദ്യം ഇത് മുളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും പോളിത്തീൻ കവറിലാണ് ഇപ്പോൾ നമ്മൾ സീഡുകളൊക്കെ നട്ടുപിടിപ്പിച്ചത്. ഇതിപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇനി എത്രയോ ഇതിൻ്റെ വർക്കുകൾ കിടക്കുകയാണ്. മുളച്ച് വളർന്ന് നല്ല ഗ്രാഫ്റ്റിങ്ങിനുള്ള രീതിയിലൊക്കെ തടിയൊക്കെ വണ്ണം വെച്ചതിൻ്റെ ശേഷം വേണം പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ. ഈ വർഷം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം അവസാനമൊക്കെ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു തൈയാണ്. ഇതിനേക്കാൾ തടിയൊക്കെ വണ്ണം വെച്ചാലേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ഇതിന് സമയം ഇനിയും കിടക്കുകയാണ് തൈകളൊക്കെ ഉണ്ടാക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ സീഡ് മുളപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് കാണിച്ചത്. അപ്പോൾ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ പറയും ഇതിന് ഭയങ്കര വിലയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ജോലിയുടെ ഭാഗമൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുന്ന വിലയൊന്നും അതിൻ്റെ മൂല്യമല്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ജീവിച്ചു പോകാനുള്ള രീതിയിലൊക്കെ കിട്ടുന്നു എന്ന് മാത്രം. അത്രമാത്രമൊക്കെയുള്ള ഇതിനൊക്കെ പറയാൻ. അല്ലാതെ ഇത് അമിത ലാഭം കൊള്ളുന്ന ഒരു മേഖലയൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ തൊഴിൽ, അത്ര തന്നെ. എന്നിരുന്നാലും നമ്മൾ വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടുന്നത് ലാഭം എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് ജീവിക്കുക. അത് നാട്ടിനും വീട്ടിനും രാജ്യത്തിനും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദിയോടെ ഈ വീഡിയോയിൽ നിന്നും വിടവാങ്ങുന്നു.